അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റൈസാണ് കേട്ടോ. പക്ഷേ അത് ഹെർബ് റൈസാണ്. അത് മാത്രമല്ല ഞാൻ ബീഫിൻ്റെ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പിന്നെ ബേൺഡ് ഗാർലിക് സാൽമൺ, അതെൻ്റെ ഒരു റെസിപ്പിയാണ്, അത് പറഞ്ഞുതരാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്കിത് ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഇത് ആക്ച്വലി ഓൾറെഡി ഞാൻ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് ആക്ച്വലി എനിക്ക് വയ്യ, എന്നിട്ട് ഞാൻ എൻ്റെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് തന്നെ. അത് ലാസ്റ്റ് 7 days ആയിട്ട് എനിക്ക് ഭയങ്കര തലവേദനയാണ് ഗൈസ്. ഞാൻ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഏകദേശം സെറ്റായി. കറിയുടെ പേരൊന്നും ആരും ചോദിക്കരുത്, ഇത് എൻ്റെ തന്നെ റെസിപ്പിയാണ്. പക്ഷെ ബീഫാണ് കേട്ടോ, മിൻസ്ഡ് ബീഫാണ്. ആൻഡ് നമ്മളപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, നമ്മൾ ഇത് റൈസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അടുത്തത് എഗ്ഗ്. കുറച്ചുകൂടെ ഉള്ളി ചെറുതാക്കണമായിരുന്നു. പിന്നെ ഡ്യൂ ടു വിശപ്പ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ക്രീം പീസ്, പിന്നെ ഇത് ആഡ് ചെയ്യുന്ന ചെറിയ ടൊമാറ്റോസാണ് കേട്ടോ. ഇത് ടൊമാറ്റോ വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഇത് ഇച്ചിരി വേവ് കുറച്ച് വേണമായിരുന്നു എടുക്കാൻ, പക്ഷേ ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ ഇന്ന് കുറച്ച് കൂടുതലായിപ്പോയി വേവ്. ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മൾ ആദ്യം ബട്ടർ ഇട്ടു. ഇഷ്ടത്തിന് ബട്ടർ വേണമെങ്കിൽ കുറച്ചധികം ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ റൈസ് ബീഫ് വിത്ത് സാൽമൺ. ഞാൻ ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഫോൺ കേടാം.